അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഷോപ്പിങ്ങും പിന്നെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും പിന്നെ അൺപാക്കിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. ചായൻ്റെ കൂടെ നമുക്ക് ദോശയും അതുപോലെ ഉള്ളിച്ചമ്മന്തിയൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇന്ന് പുറത്ത് പോകുന്നുണ്ടായിരുന്നു, ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാകും ഞാൻ അധികം ഷോപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇവൾക്ക് ഇതന്നെയാണോ പണി എന്നൊന്നും കരുതരുത് കേട്ടോ. അപ്പോൾ ഒരു റീസൺ ഉണ്ട്. അപ്പോൾ എന്താണ് റീസൺ എന്നുള്ളത് ഇനി കമ്മിങ് വ്ളോഗ്സിൽ പറയുന്നുണ്ടാകും. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ഷോപ്പിങ്ങിന് പോകാൻ റെഡി ആകുമ്പോൾ ഞാൻ ആദ്യം ചെയ്യാറുള്ളത് എന്താണെന്നറിയാലോ, ഞാൻ കുട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാണ്. അപ്പോൾ ആ കുർത്തിയും പാൻറ്റൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ, അത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു കുർത്തി അങ്ങനെ മേടിച്ചതായിരുന്നു. എനിക്കുണ്ട് സെയിം ആയിട്ടുള്ളത്. പിന്നെ പാൻറ്റ് സ്റ്റുഡിയോൻ്റെതായിരുന്നു. പിന്നെ അതിലേക്കുള്ള ആക്സസറീസൊക്കെ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് ഇങ്ങനെയുള്ളൊരു ക്ലിപ്പിന് 25 രൂപയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും അതിലേക്കുള്ള ചെയിനും ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി മോൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുന്ന് നമുക്കങ്ങനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചാൽ മതിയല്ലോ. ശരിക്കും ഇതൊക്കെ ഞാൻ കുറേ നേരത്തെ ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം ഒരു ഉച്ചക്കൊക്കെ പോകാനുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ആൾക്കിപ്പോൾ പുതിയ പാക്കറ്റിൽ പൊട്ടിച്ച് സാധനങ്ങൾ മാത്രം മതി എന്നുള്ളതായിട്ടുണ്ട് കേട്ടോ. ഒരു ഡ്രസ്സ് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറ് കഴിച്ച ഉടനെ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓട്ടോയിലാണ് പോകുന്നുണ്ടായിരുന്നത്. അടുത്തുള്ള ടെക്സ്റ്റൈൽസ് ആയിട്ടുള്ള ഫാമിലിയിലും അതുപോലെ KMTയിലൊക്കെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പോകുന്നത് ഫാമിലിക്കാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ടെക്സ്റ്റൈൽസിൽ എന്തൊക്കെ വാങ്ങി ഏതാ ഒന്നും നമ്മൾക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. എനിക്കെന്തോ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും ഒരു ചമ്മൽ പോലെ ഉണ്ടായിരുന്നു എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. ഈ വ്ളോഗേഴ്സൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഞാനപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തായാലും അങ്ങനെയൊന്നും കഴിഞ്ഞില്ല. ഞാൻ ആളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തതായിരുന്നു ഇതൊക്കെ. ഇതിപ്പോൾ നമ്മുടെ ഫാമിലിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവൾ നമുക്ക് ചായയും അതുപോലെ തന്നെ കടികളൊക്കെ തരാറുണ്ട്. എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള കടി ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇപ്രാവശ്യം ഉണ്ണിയപ്പമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എനിക്ക് വീഡിയോയിൽ പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് അവിടെ തന്നെയുള്ള സെല്ല ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻസി സ്റ്റോറിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഇതും ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കാണുന്നുണ്ടല്ലോ, ഒരു 2X മോഡലിൽ വരുന്ന മെഹന്തിയാണ്. അതായത് നെയിൽമ ഇടാൻ പറ്റുന്നത് മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം വാങ്ങിച്ചതായിരുന്നു. ആ നെയിൽമ ഇടുന്ന ഒരു മെഹന്തിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ അൺപാക്കിംഗ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ KMTയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാര്യമായിട്ട് ഞാൻ കാഷ്വൽ വെയേഴ്സ് ആയിരുന്നു കേട്ടോ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് കൂട് മാറി താമസിക്കുമ്പോൾ നമുക്ക് A to Z സാധനങ്ങൾ വേണ്ടി വരില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിംഗ് ആയിരുന്നു ശരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നിങ്ങൾ ഞാൻ ചെയ്തതിൻ്റെ ഒരു 5% പോലും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇത് KMTയിൽ വരുന്ന ഒരു ഫാൻസി സ്റ്റോറാണ്. അവിടെ ഉള്ള കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കിതൊക്കെ കാണുകയെന്നല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എടുക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും റിപ്പീറ്റഡ്ലി വാങ്ങുന്നതായിരുന്നു റിങ്സ്, അതുപോലെ ബ്രേസ്ലെറ്റ്സ്, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ബാംഗിൾസൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഗോൾഡ് കോട്ടിങ് വരുന്നത്. അതൊക്കെ ഞാൻ വീണ്ടും എത്ര ഉണ്ടെങ്കിലും വീണ്ടും വാങ്ങാറുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെറുതെ കണ്ടപ്പോൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ അത്യാവശ്യം വേണ്ട കോസ്മെറ്റിക്സ് ഒക്കെയാണ് ഞാൻ ഈ ഫാൻസി സ്റ്റോറിൽ നിന്നൊക്കെ പോയിട്ട് വാങ്ങുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ മോൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നൂഡിൽസ് ഇൻഡോമിയുടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒരു കുഞ്ഞിക്കൈ ഇങ്ങനെ വരുന്ന കാണാം നമുക്ക്. അവൾക്ക് അതിൻ്റെ ആ പൗഡർ വേണം എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ നമുക്കറിയാം അത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു 2-3 മണികൾ മാത്രമേ ഞാൻ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ കുറച്ച് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ അവൾക്ക് ഈ പച്ച നൂഡിൽസ്, അത് എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ, ഞാനും ചെറുതായിരുന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അതും എന്തെങ്കിലും പൊട്ടുപൊടികൾ പുറത്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. രണ്ടും അൺഹെൽത്തി ആണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ മോൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു കൊറിയർ അൺപാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് എനിക്ക് സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊളാബറേഷനൊന്നും കിട്ടാനായിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഇനിയും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ ആൽബിഡോ ലേണിംഗ് ഉണ്ടല്ലോ, ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതിൽ ഞാൻ മോളെ പ്രീ സ്കൂൾ അതായത് പ്ലേ സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അവർ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ടൈമും ഡേറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ അതിനുള്ള ബുക്സാണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എമൗണ്ട് ഒന്നും ഞാനിതിൽ പബ്ലിക്കലി പറയുന്നില്ല, വേണ്ടവർക്ക് ഞാൻ റിപ്ലൈ ആയിട്ട് തരാം, വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് അവൾക്ക് ബുക്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ ഒരു 11 ബുക്സാണ് കേട്ടോ വരുന്നത്. 11 ബുക്സ് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു വളരെ കനം കുറഞ്ഞ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ കുറച്ച് പേജസ് മാത്രമേ, വിരലിലുണ്ടാവുന്ന പേജസ് മാത്രമേ ചില ബുക്സിൻ്റെ ഇടയിലൊക്കെ ഉള്ളൂ. ഒരു ആക്ടിവിറ്റി ബുക്കൊക്കെയാണ് കൂടുതൽ പേജസ് വരുന്നതായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ മേടിച്ച സാധനങ്ങളൊന്നും എൻ്റെ ഒരു മടി കാരണം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് നേരത്തെ മേടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നെയിൽ കോണാണ് കാണുന്നത്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോതിരം. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വേറൊരു സ്റ്റോറിൽ നിന്നായിരുന്നു. അതും നമ്മൾ കോസ്മെറ്റിക്സും ബേസിക് ആയിട്ടുള്ള ഫാൻസി ഐറ്റംസൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ കാണുന്ന ഹിമാലയ, അതുപോലെ തന്നെ നമ്മുടെ മെഹന്തി, അതായത് ഓർഗാനിക് കോൺസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. പിന്നെ അതുപോലെ പോൺസിൻ്റെ ക്രീം, ഡാസിലറിൻ്റെ ആ ഒരു പോയിൻ്റ് ആയിട്ട് വരുന്ന ഐലൈനർ, ഇതൊക്കെയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റിബണ്, പോൺസിൻ്റെ, അതായത് ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന നമ്മുടെ കോസ്മെറ്റിക്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇത് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു ലിപ്സ്റ്റിക്കാണ്. അതായത് ഗേൾ പവർ 10 എന്നായിരുന്നു അതിൻ്റെ ഒരു ഇത് വരുന്നത്. നമ്മുടെ മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കായിരുന്നു. പിന്നെ ഇത് വരുന്നതും 09 മാർസിൻ്റെ ഒരു ബുള്ളറ്റ് ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ വരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല സ്മൈലീസ് നിങ്ങളൊന്ന് കമൻറ്റിലിടുക, എന്നാൽ മാത്രമേ ഇത് വേണ്ടവരുടെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ എത്തുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ടാകും. അപ്പോൾ ബൈ.